പെണ്ണ് മാത്രമല്ല, പെണ്ണ് ആണിനെ തിരഞ്ഞെടുക്കുന്നതും ചന്തവും സ്റ്റൈലും നോക്കിയിട്ടല്ല. കേവലം ഭർത്താക്കന്മാരുടെ മാത്രം കടമ, കേവലം ഭാര്യമാരുടെ മാത്രം കടമ. ആരാണ് ഭാര്യ ഭർത്താക്കന്മാർ? അവർക്ക് രണ്ടാൾക്കുമുള്ള കടമ. എന്താണ് ദാമ്പത്യ ജീവിതം, എന്തിനാണ് ദാമ്പത്യ ജീവിതം, അത് വിസ്തരിച്ചു പറയേണ്ട വിഷയ. അപ്പൊ മരുമക്കളോട് അമ്മായിമാരായാലും കാക്കമാരായാലും ഭദ്രകാളിയായിട്ട് പെരുമാറാൻ പാടില്ല. മരുമോളും അങ്ങനെ വലിയ ഗജപോക്കിരിയായിട്ട് പണ്ടുള്ളക്ക് പോകാനും പാടില്ല. അവള് മനസ്സിലാക്കണം, ഇതെന്റെ ഉമ്മ, എന്റെ മാപ്പിളുടെ ഉമ്മ എന്റെയും ഉമ്മ, എന്റെ മാപ്പിളുടെ ബാപ്പ അത് എന്റെയും ബാപ്പ, അത് ആരുമല്ല. തങ്ങളെ ഭാര്യമാർ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ഇവിടെ ജീവിച്ചു പോയ ഏത് നല്ലവരായ ഭാര്യമാർ, അവരെ നിങ്ങളെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, അതുപോലത്തെ നല്ല ഭാര്യമാർ ലോകത്തില്ല, നല്ല മാപ്പിളമാർ ലോകത്ത് ഇതുവരെ ഇല്ല. ഇന്ന് നമ്മളിടയിലുള്ള ഭർത്താക്കന്മാരെ നോക്കിയിട്ട്, മാപ്പിളമാരെ നോക്കിയിട്ട് നല്ല മാപ്പിളയാണ്, നല്ല ഭർത്താവാണ്, നല്ല ഹസ്ബൻഡാണ്, നല്ല ഗണ്ടനാണ് എന്ന് മാർക്കിടാൻ കഴിയില്ല. പെണ്ണിനെ നോക്കിയിട്ട് നല്ല പെണ്ണാണ്, നല്ല ദീനീബോധമുള്ള പെണ്ണാണ് എന്ന് ഒരാൾക്കും ഇന്ന് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളെല്ലാം ഇന്ന് അധിക ആൾക്കാരും പെണ്ണ് തിരഞ്ഞെടുക്കുന്നത് പെണ്ണ് മാത്രമല്ല, പെണ്ണ് ആണിനെ തിരഞ്ഞെടുക്കുന്നതും ചന്തവും സ്റ്റൈലും നോക്കിയിട്ടല്ല. ഏത് പെണ്ണാ ബാപ്പാനെ വിളിച്ചിട്ട് ബാപ്പ എനക്ക് പുതിയാപ്പിള നോക്കുന്നത് നിങ്ങളല്ലേ? നോക്കുന്നോളാം. അതെ, എന്നൊരു കാര്യം ചെയ്യുക, അപ്പൊ എനിക്ക് പണ്ടേ ലവ് ഉണ്ടോ, അപ്പൊ നിങ്ങൾ അതിനെന്നെ കൊണ്ടുപോയെങ്കിൽ നല്ലായി, നിങ്ങൾക്കും തലകുത്ത് കുറഞ്ഞ് ആങ്ങളമാർക്കും തലച്ചൂട് കുറഞ്ഞു എന്ന് പറയുന്നവരാണ് അധിക പെണ്ണുമക്കൾ. അതേ സമയത്ത് ബാപ്പ എനിക്ക് പുതിയാപ്പിള നോക്കുന്ന, അതെ എന്നൊരു കാര്യം ചെയ്യും ബാപ്പ. ചന്തവും പിന്നെ ചന്തയിൽ ഇരുന്നോട്ട് പ്രശ്നമല്ല, പിന്നെ പൈസ ഉണ്ട്, കച്ചവടം ഉണ്ട്, ജോലി ഉണ്ട്, അതെല്ലാം നോക്കണോ, നോക്കണ്ടെന്നല്ല. പക്ഷെ എല്ലാത്തിനേക്കാളും ഉപരി 5 നേരം നിസ്കരിക്കുന്ന, കുറച്ചൊക്കെ ദീനിബോധവും ഉസ്താദുമാരായിട്ടും ആലിമീങ്ങളായിട്ടുള്ള നല്ല ബന്ധമുള്ള ആളാ. അങ്ങനെ നോക്കിയിട്ട് കെട്ടിച്ചെന്നുണ്ടെങ്കിൽ പയ്യ ബാപ്പാക്കും ബേജാറാവേണ്ടി വരല, കെട്ടിക്കപ്പെട്ട എനിക്കും ബേജാറാവേണ്ടി വരല എന്ന് പറഞ്ഞ മോള് ഈ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് തോന്നാം അങ്ങനത്തെ ഒരു പെണ്ണ് ഈ നാട്ടിലുണ്ടായി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? നഹി 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 സറാബി നഹി, ഇല്ലേ ഇല്ല. അങ്ങനെയുള്ളൊരു പെണ്ണ് അത് കുറവാണ്, ലോകത്ത് കുറവാ. സത്യം പറഞ്ഞാൽ നല്ല പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. ഹബീബായ നബി തങ്ങൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരവസരം ലോകത്തോട് പറയുകയാണ്. ഒരു ഖുതുബയിൽ മഹാൻ പ്രസംഗിക്കുകയാണ്. ഖുതുബ ഓതുന്ന സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ലോകത്തോട് പറഞ്ഞു, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറൻ മിൻ ഇംറഅത്തിൻ സ്വാലിഹ. ഉമർ ഖത്താബ് തങ്ങളുടെ ഖുതുബയാണ്, ഉമർ ഖത്താബ് തങ്ങളുടെ ഉപദേശമാണ്. എന്താ മഹാൻ പറഞ്ഞത്? മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി. അതെ, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറാ മിൻ ഇംറഅത്തിൻ സ്വാലിഹ. തങ്ങൾ പറഞ്ഞെന്താ, ഒരാൾ മുഅ്മിനായതിന്റെ ശേഷം, വിശ്വാസിയായതിന്റെ ശേഷം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം അർപ്പിച്ചതിന്റെ ശേഷം പിന്നെ അയാൾക്ക് ലോകത്ത് പടച്ച റബ്ബ് ചെയ്യുന്ന ഏറ്റവും വലിയ ഖൈറാ, എല്ലാത്തിനേക്കാളും വലിയ ഖൈർ ഒരാൾ മുഅ്മിനാവുക എന്നതാണ്, ഒരാൾ വിശ്വാസിയാവുക എന്നതാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാവുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഖൈർ, അതാണ് ഏറ്റവും വലിയ സ്റ്റാർ. അതിനേക്കാളും വലിയൊരു ഖൈർ ലോകത്തില്ല. എന്നാൽ ഒരാൾ വിശ്വാസിയായതിന്റെ ശേഷം, ഒരാൾ മുഅ്മിനായതിന്റെ ശേഷം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം ഉറപ്പിച്ചതിന്റെ ശേഷം അയാൾക്ക് പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഖൈർ ഏതറിയുമോ? مصطفى عبد بعد إيمان بالله خيرا من امرأة حسنة خلقه. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അതേ മുഅ്മിനായതിന്റെ ശേഷം, അല്ലാഹു തആല ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചതിന്റെ ശേഷം ഒരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തറിയുമോ? അയാൾക്ക് അല്ലാഹു നല്ല പെണ്ണിനെ കൊടുക്കുക, സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല.
നല്ല വീടല്ല, നല്ല ഭാഗ്യം അല്ലേ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ ഭാഗ്യം ഒരാൾ മുഅ്മിനായി കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ, വിശ്വാസിയായി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് ലോകത്ത് അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വാലിഹത്തായ പെണ്ണാണ്. കെട്ടിയ പെണ്ണ് നല്ലവളാണോ, മതബോധമുള്ളവളാണോ, മാരിബിന്റെ സമയത്ത് ടിവിന്റെ മുന്നിൽ ഇരുന്നിട്ട് ധാരാവായി കാണാത്തവളാണോ, എനി ടൈം യൂട്യൂബിൽ പോയിട്ട് അങ്ങനെ ഓൺലൈനിൽ കുത്തിരിക്കാത്ത പെണ്ണാണോ, നല്ല പെണ്ണാണോ, എന്നാൽ ആ പുതിയാപ്പിള ഭാഗ്യവാനാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന കണ്ട ഏറ്റവും വലിയ പണ്ഡിതരാണ്, ലോകം വാഴ്ത്തിയ മഹാനരാണ്. 40 വർഷത്തോളം മദീന പള്ളിയിലെ വലിയ ഇമാമാണ്, ഖാദിയാണ്. ചരിത്രം പറയുന്നുണ്ട് 40 കൊല്ലത്തോളം മദീന പള്ളി വിട്ടിറങ്ങിയ തന്റെ വീട് വിട്ടിറങ്ങിയ പള്ളി വിട്ടിറങ്ങിയ തന്റെ വീട്, ഇങ്ങനെ 40 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ മറിയാതെ വളയാതെ ചുറ്റാതെ നേരെ വീട്ടിലേക്കും പള്ളിയിലേക്കും മാത്രം നടന്ന മഹാൻ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അത്ര കണ്ട് അള്ളാനെ പേടിച്ച തിരിഞ്ഞും മറിഞ്ഞു നോക്കിറ്റ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിറ്റ, മദീനയുടെ ബജാർ ചുറ്റിറ്റ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് വല്ല ആവശ്യത്തിനാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് നേരെ പോയത് മദീനത്തെ പള്ളിയിലേക്ക് ഇത്തികാഫിരിക്കാൻ, ദർസ് ചൊല്ലി കൊടുക്കാൻ, അവിടെയുള്ള ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ, ഫത്വ കൊടുക്കാൻ, അല്ലാഹ് വിധിക്കാൻ. മദീന പള്ളി തന്റെ വീട് മദീന പള്ളി. ഇതായിരുന്നു 40 കൊല്ലത്തോളം മഹാനരുടെ ജീവിതം. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. വലിയ പണ്ഡിതരാണ്, വലിയ ആലിമാണ്. തനിക്കുണ്ട് ഒരു മകൾ, ആ മഹാനുണ്ട് ഒരു മകൾ, ബാപ്പാരെ പോലെ തന്നെയാണ്. നല്ല ദീനീ ബോധമുള്ള പെണ്ണ്, പണ്ഡിതയായ പെണ്ണ്, ധാരാളം ഇൽമുള്ള പെണ്ണ്, നല്ലോണം അല്ലാഹനെ പേടിക്കുന്ന പെണ്ണ്. ബാപ്പാ കൊത്ത മോള്. അപ്പൊ ഉസ്താദ് ഞങ്ങളെ മോള് നിങ്ങൾക്കൊത്ത മോള്, ചക്കിക്കൊത്ത ചങ്കര അല്ലേ? ബാപ്പ അങ്ങനത്തെ മോള് അങ്ങനല്ലേ? ഉമ്മ വേലി ചാടിയെങ്കില് ബാപ്പ മകൾ മതിലി ചാടും. ഉമ്മ വേലി തുള്ളിയെങ്കില് മോവ അകറുതുള്ളൂ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ എന്തേ? ഉമ്മാന്റെതല്ലേ വിത്ത്. ബാപ്പ കള്ളനാണെങ്കില് മകൻ ജാമ കള്ളൻ. അതങ്ങനെ വരും. 10 ഗുണം 10 ഗുണം. എന്നാ ഈ ബാപ്പ നല്ലവരാണ്, നല്ല ശിക്ഷണം, നല്ല അദബ്, നല്ല അച്ചടക്കം, നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം എല്ലാം പഠിപ്പിച്ചിട്ട് മകളെ വളർത്തിയപ്പോ ആ മകള് നല്ലവളായി, വലിയ പണ്ഡിതയായി. ശുദ്ധ ഖുർആൻ ധാരാളം പറഞ്ഞ പെണ്ണാണത്. മംഗലം കഴിഞ്ഞിട്ടില്ല, ചെറിയ വയസ്സ്. മാത്രവുമല്ല എത്ര കണ്ട് പാണ്ഡിത്യമുണ്ടോ, എത്ര കണ്ട് നല്ല സംസ്കാരമുണ്ടോ, എത്ര കണ്ട് അറിവുണ്ടോ, അതുപോലെ ആ മകൾക്കുണ്ട് പടച്ച റബ്ബ് ധാരാളം ചന്തം കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങളെ മോളെ പോലത്തെ മുരിങ്ങന്റെ കോള് പോലത്തെ പെണ്ണല്ല, നല്ല ഗ്ലാമറാണ്, നല്ല ചന്തമാണ്. ആ മകൾ ഏതുവരെ പണ്ഡിതയാണെന്നറിയുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഇത് ഖുർആൻ ആയത്താണല്ലോ, ഖുർആൻ ആയത്താണ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്താണ്. നല്ലൊരു ദുആയാണ്, പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നബി തങ്ങൾ ധാരാളം ദുആ ഇറക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ദുആയും കൂടിയാണ് അല്ലെ? വിശാലർത്ഥമുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചോനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ്. വഫിൽ ആഖിറതി ഹസന. നാളെ ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നല്ല അർത്ഥമാണ്, വിശാലർത്ഥമാണ്. ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ ഏതാണ് നല്ലത്? അത് എല്ലാ നല്ലതും പെട്ടു. അതില് എല്ലാ നല്ലതും പെട്ടു.
പക്ഷേ ചില ഇമാമിയങ്ങൾ പറയുന്നു ആ ഇമാമിയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഇമാമാണ് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മകൾ, ഈ പറയാൻ പോകുന്ന പെണ്ണ്. ആ പെണ്ണിനോട് ഒരവസരം മഹാനായ വാപ്പ, ലോകം കണ്ട പണ്ഡിതർ, മദീനയിലെ പണ്ഡിതർ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു അവസരം ചോദിച്ചു അത്രേ, അല്ല മോളെ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, പടച്ചോനെ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണേ എന്നെപ്പോഴും ഞങ്ങൾ ദുആരക്കുന്നല്ല. പടച്ച റബ്ബ് പറഞ്ഞല്ലോ, എന്താണ് ആ നല്ലത്? ആ ചോദിക്കണം നല്ലത് അത് ഏതാ എന്ന് ചോദിച്ചപ്പോ, മകളോട് ചോദിച്ചപ്പോ അതിന്റെ അർത്ഥമായിട്ട് മകൾ പറഞ്ഞത്, ബാപ്പാ ദുനിയാവിലുള്ള നല്ലത് തരണേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് നൽകണേ എന്ന് ചോദിച്ചെങ്കിൽ ആ ചോദിക്കുന്ന നല്ലത് ഏതറിയുമോ? അസ്സൗജതു സ്വാലിഹാ, നല്ല ഭാര്യയെ തരണേ എന്നാണ്. നല്ല ഭാര്യയാണോ കിട്ടിയത്? നല്ല പെണ്ണാണോ കിട്ടിയത്? എന്നാ പിന്നെ ദുനിയാവ് മുഴുവനും നന്നായി, വീട് നന്നായി, നാട് നന്നായി, കുടുംബം നന്നായി. കെട്ടിയ മാപ്പിള കള്ളുകുടിയവനാണെങ്കിലും കെട്ടപ്പെട്ട പെണ്ണ് നല്ലവളാണെങ്കിൽ മാപ്പിളന്റെ കള്ളുകുടി പോലും അവൻ നിർത്തുമെന്ന് ചരിത്രം സാക്ഷിയല്ലേ. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, പടച്ചോനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നീ നല്ല പെണ്ണിനെ തരണേ എന്നാണെന്ന് സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ മകൾ വ്യാഖ്യാനിച്ചു. വലിയൊരു വ്യാഖ്യാനാണ്. ഒരുപാട് ഇമാമികൾ ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റിയ വലിയ ഇമാമും കൂടിയാണ് ആ പെണ്ണ്. ചെറിയ ആളൊന്നുമല്ല, ഞങ്ങളെ പെണ്ണിനെ പോലത്തെ പുള്ളൊന്നും അറിയാത്ത പെണ്ണൊന്നും അല്ലാതെ. മനസ്സിലാക്കണം. ആ പെണ്ണിനെ കെട്ടാൻ നാട് ഭരിക്കുന്ന, മദീന ഭരിക്കുന്ന മർവാനിന്റെ മകൻ വലീദ് അടക്കമുള്ള രാജകുമാരന്മാര് വന്നു. സുന്ദരന്മാരായ, സുമുഖന്മാരായ, ചേലൊത്തവരായ, അധികാരമുള്ളവരായ, പണത്തിന്റെ പളപളപ്പിൽ ജീവിക്കുന്നവരായ പലരും ആ പെണ്ണിനെ വേടിച്ചു വന്നു. സഈദ് ബിൻ മുസയ്യിബ് എന്ന ലോകമാദരിക്കുന്ന മഹാനായ പണ്ഡിതന്റെ, നല്ലവളായ പണ്ഡിതയായ ജ്ഞാനസാഗരമായ ചേലത്ത മകളെ കെട്ടാൻ പലരും കടന്നു വന്നു. അവരോടെല്ലാം ആ ബാപ്പ പറഞ്ഞത്, സമയമാകട്ടെ പറയാം, സമയമാകുമ്പോ ഞാനത് റീപ്ലൈ തരാം, സമയമാകുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നവരോട് പറഞ്ഞു കൊടുക്കുന്നു. അവരെ മടക്കി അയക്കുന്നു. ആ പെണ്ണിനെ മേടിച്ച് പെണ്ണ് കെട്ടാൻ വന്നവരെ കൂട്ടത്തിൽ പലരുമുണ്ട്. നാട് ഭരിക്കുന്ന രാജാവിന്റെ മകന് പോലും, രാജകുമാരന് പോലും, അതേ വലീദ് പോലും ആ പെണ്ണിനെ കെട്ടാൻ ആ ബാപ്പാന്റെ മുമ്പിൽ വന്നു. ഒരാൾക്കും കെട്ടിച്ചില്ല. സമയമാകട്ടെ, സമയമാകുമ്പോ പറയാ ആർക്ക് കെട്ടിക്കണോ ഇൻഷാ അല്ലാഹ് ഞാൻ കെട്ടിക്കാം. എന്റെ മോളല്ല, ഞാൻ കെട്ടിച്ചോ. തർക്കൂട്ട നിങ്ങൾ വന്നോറുന്നതിന് പറ്റലാന്നൊന്നും അർത്ഥമില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ സമയമാകുമ്പോ പറയാം. എന്നിട്ട് എന്താ കറിയോ, ഒരവസരം മഹാനരുടെ ശിഷ്യൻ, വിവാഹം കഴിഞ്ഞ ഒരു ശിഷ്യൻ, പ്രായമുള്ള ഒരു ശിഷ്യൻ, ചെറിയ വയസ്സല്ല 30 കഴിഞ്ഞ ഒരു ശിഷ്യൻ, പെണ്ണ് കെട്ടിയ ഒരു ശിഷ്യൻ മഹാനായ ഗുരു സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ എന്ന തന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി ആ ശിഷ്യൻ വരുന്നു. സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് വിഷയം പറയുമ്പോ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതരാകുന്ന ഉസ്താദായിട്ടുള്ള ആ മഹാനർ തന്നെ കാണാൻ വന്ന ശിഷ്യനോട് ചോദിച്ചു അത്ര, അല്ല നാളേറെയായല്ലോ കണ്ടിട്ട്, ഇങ്ങോട്ടൊന്നും ഇപ്പൊ വരില്ലല്ലോ, എന്തേ കാര്യം, എങ്ങനെയുണ്ട്, റാഹത്തല്ലേ, സുഖമല്ലേ, കുട്ടിയോളും കെട്ടിയോളൊക്കെ റാഹത്തല്ലേ എന്ന് ചോദിച്ചപ്പോ ആ ശിഷ്യൻ പറഞ്ഞ മറുപടി എന്തറിയോ, ഉസ്താദേ ഞാൻ മുമ്പൊക്കെ ധാരാളം വന്നിരുന്നു, ഇടക്കിടക്ക് വന്നിരുന്നു, തങ്ങളെ കണ്ടിരുന്നു, ദ്വാരപ്പിച്ചിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു വരാതെ മാസങ്ങളായി. കാരണമുണ്ട്, ഞാൻ കെട്ടിയ ഭാര്യ മരണപ്പെട്ടുപോയി. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ഇടപെട്ടു പോയപ്പോ അതിന്റെ ദുആവും പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമായി ഞാൻ അങ്ങ് ബന്ധപ്പെട്ടപ്പോ കുറച്ച് നാള് വൈകിയതാണ്, ക്ഷമിക്കണേ
എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് ഉസ്താദിനോട് കാരണം ബോധിപ്പിച്ചപ്പോ സഈദ് ഇബ്നു മുസയ്യിബ് എന്ന ലോകമറിഞ്ഞ പണ്ഡിതർ 40 കൊല്ലത്തോളം മദീന പള്ളിയിൽ മാത്രം ഇബാദത്ത് എടുത്ത മഹാനർ അവിടെ നിന്ന് പിന്നെ ചോദിക്കുകയാണ്, അല്ല മോനെ എന്നൊരു പെണ്ണ് കെട്ടണ്ടേ? ചെറുപ്പ വയസ്സല്ലേ, ബാല്യപ്രായമല്ലേ, പെണ്ണ് മരിച്ചു, കെട്ടിയ പെണ്ണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊല്ലം മുഴുവനും ആണ്ട് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അത് ഞങ്ങളെ സ്വഭാവമല്ലല്ലോ. എന്നൊരു പെണ്ണ് വേണ്ടേ? ആ സമയത്ത് ആ ശിഷ്യൻ പറഞ്ഞു, എന്നൊരു പെണ്ണോ? കെട്ടിയ പെണ്ണെന്നെ കിട്ടിയത് വലിയ അത്ഭുതം. എന്തേ 3 മുക്കാല് കയ്യിലില്ലാത്ത ആള്, 4 ദിർഹം എന്റെ കയ്യിലില്ല. 4 ദിർഹം, ചരിത്രം അങ്ങനെ. 4 ദിർഹം എന്റെ കയ്യിൽ. ഞാനൊരു ഒരു സാധനം, എനിക്ക് ആര് പെണ്ണ് തരാൻ? അന്ന് ഓള പാപ്പ എന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതലൊന്നും നോക്കാത്തത് കൊണ്ട് എനിക്ക് ആ പെണ്ണിനെ കിട്ടിപ്പോയി. അതങ്ങനെ പോവുകയും ചെയ്തു. എന്റെ കഷ്ടകാലം എന്നല്ലാണ്ട് പിന്നെന്ത് പറയാം? എനിപ്പോ എനിക്കാര് പെണ്ണ് തരാൻ? എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ലാ ദിർഹമോ വലാ ദീനാർ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാനൊരു പാവാണ്, എനിക്ക് ആര് പെണ്ണ് കെട്ടാൻ? അപ്പൊ തൽക്കാലം ഞാൻ ആ ഭാഗേ ചിന്തിച്ചിട്ടാ, വെറുതെ ആവശ്യമില്ലാത്തിന് ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ വന്ന ശിഷ്യനോട് ചോദിച്ചു അത്രേ, അതേ എന്റെ മകളെ സ്വീകരിക്കുമോ? പണ്ഡിതയായ സുബ്ഹാനല്ലാഹ് ഒരുപാട് വലിയവരായ അലിമീങ്ങൾക്ക് ഉസ്താദായ അപ്പാനെ പോലെ ലോകമാദരിച്ച മഹതിയായ സുന്ദരിയായ ചേലത്ത പെണ്ണായ ആ മകളെ ചൂണ്ടിയിട്ട് വന്ന ഈ ശിഷ്യനോട് മുന്നേ പെണ്ണ് കെട്ടി വേറൊരു പെണ്ണ് കെട്ടിയ പെണ്ണ് മരണപ്പെട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന ശിഷ്യനോട് ആ ഉസ്താദ് ചോദിച്ചു അത്ര, അല്ല മോനെ എന്റെ മോളെ ഞാൻ കെട്ടിച്ചതെന്നാലോ? ഇത് പറഞ്ഞപ്പോ അയാൾ ആകെ പിന്നെ എന്താ പറയാ, അന്തം വിട്ടു. അയാൾ ആകെ സ്തംഭിച്ചു പോയി. ഉസ്താദിന്റെ മോളെ കെട്ടാൻ എത്ര ആള് വലിയ വലിയ രാജകുമാരന്മാർ, വലിയൊരു പൈസക്കാർ. ഉസ്താദിന്റെ മോളായി എത്ര നല്ല പെണ്ണ്. ചന്തം മാത്രല്ല, അതിനെക്കാളേറെ ദീനും പഠിപ്പും അതും ഇതും എല്ലാം ഉള്ള ആള്. അപ്പൊ ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിട്ട് മനുഷ്യന്മാർ ക്യൂ നിൽക്കുമ്പോ ഉസ്താദ് എന്നോട് നീ കേട്ടോ. അപ്പൊ ഈ വന്നാള് വിചാരിച്ച് കേൾക്കുന്നത് എന്ത് നേരെ ഞാലെ കിനാകാണ്, ഇത് എന്ത് കഥ അല്ലെ, എനിക്ക് എന്തെങ്കിലും ആയിന. അയാൾ പിന്നെ സമാധാനിച്ചല്ല, ഞാൻ നേരെ ഉണ്ട്, ഞാൻ ഇഷാർത്തിലുണ്ട്, ഉസ്താദ് തന്നെ എന്നോട് ചെന്ന ഇത് കിനാവാണെന്നൊന്നും അല്ല എന്നായപ്പോ ആ ഉസ്താദ് പറഞ്ഞു, കെട്ടിച്ച് തന്നാ കേട്ടോ. ഞാൻ എന്തോ പറയണ്ടേ, എന്റെ കയ്യിൽ എന്തെങ്കിലും ഇല്ല, എന്തെങ്കിലും ഒരു മഹറെങ്കിലും കൊടുക്കണം, വേറൊന്നും വേണ്ട, അങ്ങ് കൊടുക്കണ്ടേ, ഞമ്മ ഇങ്ങ് കിട്ടണ്ടേ? കെട്ടിയവനോട് ചോദിച്ചോക്ക്, കെട്ടാനുള്ളവനോട് ചോദിച്ചോക്ക്, അങ്ങ് കൊടുക്കണ്ടേ അവന്റെ ബേജാറ്, അല്ലെങ്കിൽ ഇങ്ങ് കിട്ടണ്ടേ അവന്റെ ബേജാറ്? പുതിയാപ്പിളോട് മാത്രം കേൾക്കണ്ട, പുതിയാപ്പിളന്റെ ബാപ്പാടും കേട്ടോ, കബറിലൊക്കെ കാള് നീട്ടിയ ആളില്ല, അയാളോടും കേട്ടോ. അയാളും ചെന്നാൽ തന്നെ ശരിക്ക് കിട്ടണം, വലിച്ചിട്ട് കിട്ടണം. അടക്കന്റെ കൊല പോലെ തന്നെ കൊണ്ടുവരണം വരുമ്പോ തൂക്കി. അതിന് മോനോട് കെട്ടാൻ ചെല്ലണ്ട, നിങ്ങൾക്ക് എന്നെ ഒന്ന് കെട്ടാ പോയി. അതിന് മോനോട് കെട്ടാൻ ഒരു കൊല കൊണ്ടുവരണം. ഭയങ്കര നല്ല ഈമാൻദാരിയല്ലേ, വിഷയല്ല. അങ്ങനെയാണ്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ചില കാരണവന്മാർ, ചില ബാപ്പമാർ, ചില ഉപ്പാപ്പമാർ, ചില ജമാഅത്തിന്റെ നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്തിക തീർക്കുന്ന ചില ന്യായാധീശന്മാരൊക്കെ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്താ പറയാ, നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ, നിശ്ചയിപ്പ് നടക്കുന്ന സമയത്ത് നാളുകുറി എന്തായാലും പറയുന്നത്, എന്ത് നാള് കുറിക്കുന്ന സമയമില്ലേ, എൻഗേജ്മെന്റിന്റെ സമയമില്ലേ, എന്ത് ഉറപ്പിക്കുന്നു അല്ലെ, ഉറപ്പാക്കുന്ന സമയമില്ലേ, ആ സമയത്തൊക്കെ ഇവർ പോവും. ഏത് ഇന്നോളം വീട്ടിലേക്ക് വരാത്തയാളാപ്പ, ഇന്നോളം വീട്ടിന്റെ മുറ്റത്ത് കാണാത്ത കാക്ക, ചില വയസ്സന്മാർ, ചില കമ്മിറ്റി നേതാക്കന്മാർ വരെയുണ്ട്. എന്നിട്ട് അവിടെ പോവും, നന്നായിട്ട് അവിടെയുള്ള ബന്നും പൻസുത്തും. എന്നിട്ട് പറയും, ഇനി ഞമ്മ തുടങ്ങല്ലേ, തുടങ്ങിയിട്ടല്ലേ പൊക്കിളി വീഴ്ചയുടെ, ഇനി തുടങ്ങുന്നത് എന്നിട്ട് തുടങ്ങാനുള്ള, അല്ലെ വിഷയം തുടങ്ങല്ലേ, തുടങ്ങാം. അങ്ങനെ ഇയാൾ തുടങ്ങി എന്തറിയോ, കേൾക്കണോ, ഇത് സുബ്രഹ്മണ്യത്ത് പോത്രമല്ല, പെണ്ണിന് കെട്ടുന്നതാണ്. അതിന് ഇസ്ലാമിൽ ചില നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എന്ത് പെണ്ണ് കെട്ടുന്ന, കല്യാണം കഴിക്കുന്ന മോളെ തെരഞ്ഞെടുക്കുന്ന എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ കുട്ടികൾ എന്ത് ഡേണേറ്റ് മാച്ചാതെ ആണോ? അത് ഇസ്ലാമിൽ എത്ര ഏറെ പവിത്രമാക്കപ്പെട്ട ഒരു കാര്യമല്ലേ.
ഏറെ ശ്രദ്ധയുള്ളൊരു കാര്യമല്ലേ, വളരെ 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 സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ എൻഗേജ്മെന്റിന് എന്ത് ഈ ഉറപ്പൊക്കെ ഈ ഉറപ്പിന് വേണ്ടിട്ട് പോയാ ഈ ഉറലും കൂടിയിട്ട് അവിടെ അങ്ങനെ തിന്നിട്ട് അങ്ങനെ തേക്കിട്ടിട്ട് പല്ലിന്റെ ഇടക്ക് കോളിട്ടിട്ട് പറഞ്ഞെന്താ പിന്നെ അപ്പൊ ഞമ്മ ഡിസംബർ 10 വന്നല്ല. പിന്നെ പെണ്ണിന്റെ കൂട്ടർക്ക് മുണ്ടാൻ റേറ്റ് ഒന്നും ഇല്ലല്ലേ? എന്തേ അത് പെണ്ണിന്റെ കൂട്ടരല്ലേ? നിനക്ക് എന്താ കൊമ്പുണ്ട്? നീ ആര് ഓർക്കുണ്ട്? നിന്റെ ജീവിത പകുതിയാണത്. ദാമ്പത്യ ജീവിതമാകുന്ന വാഹനത്തിന്റെ ഫ്രണ്ട് ടയറിലെ ഒരു ടയറാണവൾ. നീ ഒരു സൈഡ്, അവൾ ഒരു സൈഡ്. ഒരുപോലെ കറങ്ങണം, ഒരുപോലെ കറങ്ങണം, ഒരുപോലെ ഓടണം, ഒരുപോലെ കാറ്റ് വേണം, ഒരുപോലെ പെർഫെക്റ്റ് ആവണം. ഒന്ന് പഞ്ചറായാ മറ്റത് നടക്കില്ല, ഒന്ന് മുന്നോട്ട് കറങ്ങിയാ മറ്റത് പിന്നോട്ടായാ സംഗതി നടക്കില്ല. ദാമ്പത്യ ജീവിതമാകുന്ന വാഹനം മുന്നോട്ട് പോവില്ല. അതിന്റെ 2 ടയറുകളാകുന്ന മാപ്പിളവഞ്ഞായിമാർ, 2 ഹെണ്ടന്തിറോ അതേ ഭാര്യ ഭർത്താക്കന്മാർ ഒരുപോലെ ചിന്തിക്കുന്നവരാകണം, ഒരുപോലെ സമാനമായി ചിരിക്കുന്നവരാകണം, ഒരുപോലെ മതബോധമുള്ളവരാകണം. എന്നാലാണ് ആ ദാമ്പത്യ ജീവിതം പുഷ്കലമാകുന്നത്, സ്വർഗമയമാകുന്നത്, സുന്ദരമാകുന്നത്, ശാന്തസുന്ദരമാകുന്നത്, പടച്ചറബ് പൊരുത്തപ്പെട്ട ദാമ്പത്യ ജീവിതമാകുന്നത്. അപ്പൊ രണ്ടാൾക്കും തുല്യ അവകാശമാണ്. പുതിയാപ്പിളന്റെ കൂട്ടറാണ്, ചെക്കന്റെ കൂട്ടറാണെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ എടുക്കാൻ നിൽക്കണ്ട. ഓളും അങ്ങനെ ആട്ടെ, സാരമില്ല, നമുക്കൊരു നടപ്പുണ്ട്. എന്ത് ആണുങ്ങൾക്കാണ് മുന്നേറ്, ആണുങ്ങളെ ഭാഗത്ത് ആയിക്കോട്ടെ, അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ. അപ്പൊ അത് കൂടുതൽ അതിന് തിരുത്താൻ നിൽക്കണ്ട. നാളെ അതൊരു അതിൽ കൂടി പിടിക്കാം. അപ്പോ ഡിസംബർ 10 എന്താ അത് പണ്ടെല്ലാം അങ്ങനല്ല. പണ്ടെല്ലാം നല്ല നാളും നല്ല സമയം നോക്കിയിട്ട്, ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഹോളിയാടെ ഫ്രീ ഉള്ള ആ നാളിലേക്ക് ബുക്കാക്കാം. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നാള് നോക്കിയിട്ട്, നല്ല നാള് നോക്കിയിട്ട് ആരും മംഗലം കഴിക്കലുമില്ല, നല്ല സ്ഥലം നോക്കിയിട്ട് പരക്കെ കുറ്റടിക്കലും ഇല്ല. ഇപ്പൊ പരക്കെ കുറ്റടിക്കുന്ന ആടെ നല്ല ടവർ കിട്ടുന്ന പോയിന്റ് റേഞ്ച് വലിക്കുന്ന മംഗലം നല്ല നാളിപ്പോ അത് ഹോള് മംഗല ഹോൾ ഫ്രീ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഏത് നാളും ആയിക്കോട്ടെ. ഡിസംബർ 10 തിങ്കളാഴ്ച 10:30 മണിക്ക്. എന്നിട്ട് എല്ലാരും പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളുടെ ഭാഗത്ത് 250 ആള്, നിങ്ങളുടെ ഭാഗത്ത്. പിന്നെ വേറെ എന്തെങ്കിലും വിഷയമുള്ള എന്നെന്ത് മുണ്ടനുള്ള ഇനി കാര്യമായിട്ട് മുണ്ടനുള്ള കാര്യമായിട്ടെല്ലാം വേണ്ടി കഴിഞ്ഞല്ലോ. നിക്കാഹിന്റെ സമയം കഴിഞ്ഞു, പറഞ്ഞു, ആള് പോകുന്നതും വരുന്നതും പറഞ്ഞു, ഹാൾ പറഞ്ഞു, ദിവസം പറഞ്ഞു, സമയം പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എല്ലാം പറഞ്ഞു. മാത്രല്ല തിന്നിട്ട് പൊക്കളും പിരിഞ്ഞു. ഇനി എന്ത് അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ വലിയ വിഷയമൊന്നും അല്ല. ഏത് ഹാള് അത് സുബ്രഹ്മണ്യ താങ്കൾ വിഷയമല്ല, വീട്ടിലെ താങ്കൾ വിഷയമൊന്നുമല്ല. അപ്പൊ കിട്ടിയ സൗകര്യം പോലെ നോക്കാം. 10:30, 10:11 ആയാലും പ്രശ്നമല്ല, 10:15 ആയെങ്കിൽ പ്രശ്നമല്ല. പിന്നെ എന്ത് പ്രശ്നം അല്ല. 150 അത് 200 ആളായെങ്കിൽ മോശമില്ല, 300 ആയെങ്കിൽ മോശമില്ല, 75 ആളായെങ്കിൽ ലാഭമായി, പ്രശ്നമല്ല. പിന്നെ എന്ത് പ്രശ്നം? പ്രശ്നം ആ 30 പൗണ്ട് ഇടുന്നറിഞ്ഞിട്ടില്ല. ആ 30 പൗണ്ട് ഇടുന്നറിഞ്ഞില്ലേ? അതിലൊരു ഇല്ല് കുറയാൻ കഴിയാം. ഒരു ഇല്ല്, ഇതാര് പറഞ്ഞേ? ഒരു പല്ലും ഇല്ലാത്ത ഒരു ഇല്ല് കുറയേണ്ട. അല്ല, ഇയാൾക്ക് എന്ത് ബേജാറാണ്? പെട്ടെന്ന് പുതിയാപ്പിളക്കാ ടെൻഷൻ ഇല്ല, അയാൾക്ക് വരെ ആശയുള്ളൂ. എന്നെ നല്ല നിലക്ക് നോക്കുന്ന, എന്റെ ഉമ്മ പാപ്പാനെ നല്ല ചെമ്പാപ്പ് പോലെ നോക്കുന്ന, വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന, എനിക്ക് നല്ല സമാധാനം നൽകുന്ന, എന്നെ നല്ലോണം പിരിശം വെക്കുന്ന പെണ്ണായാ മതി എന്നാണ് മകൻ ചിന്തിക്കുന്നതെങ്കിൽ, പല്ല് പോയ പാപ്പ പറഞ്ഞത് ഒരു ഇല്ല് പോലും കുറയണ്ടെന്നാ. അയാൾ ഒന്ന് ചിന്തിക്കട്ടെ, നാളെ സക്കറാത്തിന്റെ ബലി വലിക്കുമ്പോ ഗുറുകുറും സൗണ്ട് വരുമ്പോ ഒരു ഗ്ലാസ് തെളിയെങ്കിലും വീട്ടാനാടുള്ളത് മോളല്ല, മരുമോളാണ്. മോള് പോയിട്ടില്ല വാണ്ട്. അധികം മക്കൾ അങ്ങനെയാണല്ലോ. പെണ്ണുമക്കൾ അധികം വീട്ടിലുണ്ടാവലില്ല. സാധാരണ വീട്ടിൽ കാണലാരാ? മരുമക്കളാണ്. അപ്പൊ മരുമക്കളോട് അമ്മായിമാരായാലും കാക്കമാരായാലും ഭദ്രകാളിയായിട്ട് പെരുമാറാൻ പാടില്ല. മരുമോളും അങ്ങനെ വലിയ ഗജപോക്കിരിയായിട്ട് പരണ്ടുള്ളക്ക് പോകാനും പാടില്ല. അവള് മനസ്സിലാക്കണം, ഇതെന്റെ ഉമ്മ, എന്റെ മാപ്പിളുടെ ഉമ്മ എന്റെയും ഉമ്മ, എന്റെ മാപ്പിളുടെ ബാപ്പ അത് എന്റെയും ബാപ്പ, അത് ആരുമല്ല. ഇതുവരേക്കും അവരെ ഗർഭത്തിൽ ജനിച്ചവരാണിവൻ, അവർ പോറ്റിയവരാണിവൻ, അവരെ എല്ലാമായ മകനാണിവൻ. ഇന്ന് എന്റെ മാപ്പിളയാണേലും അതേ എനിക്കേറെ വിരിശപ്പെട്ടവരാണേലും അവരെ മകനല്ലേ. അപ്പൊ ഞാൻ അവനെ കൊത്തിക്കൊണ്ട് ദൂരെ പോകുന്നതിന് അർത്ഥമില്ല. ഈ ബാപ്പവും അന്യരല്ല. അയാളെ പപ്പ
അതെന്റെയും പപ്പയാണ്, അയാളെ ഉമ്മ അതെന്റെയും ഉമ്മയാണ്. ചിന്തിക്കണോ? മരുമക്കളും അങ്ങനെ അമ്മമാറാൻ ചിന്തിക്കണോ? പോയത് മാത്രല്ല മോവ, പിന്നെ വന്നതും മോളെന്നെ, അത് എന്റെ മോളെന്നെ. അതായത് എന്റെ മോന്റെ ഓള്, അത് എന്റെ മോളെന്നെ. ഇത് മരുമക്കളെ വിഷയമല്ല, മോളെ തന്നെ വിഷയം, മോളെ തന്നെ വിഷയം. ചില ഉമ്മമാർക്ക് ഈ ചെല്ലുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളെ കഥ ഞങ്ങൾ ഉസ്താൻ അറിഞ്ഞേ? നിങ്ങൾ തന്നെ കഥ, വേറെ ആരും അല്ല, ബനു ഇസ്രായേലിന്റെ കഥ അല്ല, നിങ്ങൾ തന്നെ. കാക്കമാറൊന്നും വില ഗഡിപിരിയൊന്നും ആക്കലില്ല. ഈ മാപ്പിളുടെ ബാപ്പമാറ് അല്ലെങ്കിൽ പെണ്ണിന്റെ ബാപ്പമാർ തന്നെ. പെണ്ണിന്റെ ബാപ്പന്മാരും ചിലപ്പോ ഒരു ഗത്ത് ഗൗരവെല്ലാം കാട്ടു, എന്നാലും ചെക്കന്റെ ബാപ്പമാർ അങ്ങനെ വലിയൊരു കൊടി പിടിക്കാൻ ഒപ്പിച്ചിട്ട് അങ്ങനെ പോകും. പൊതുവേ ഏത് ബാപ്പമാരായാലും കാക്കമാരായാലും, കാക്കമാരെ മനസ്സിലായില്ലേ? ഏത് കാക്ക? ഉമ്മാനാങ്ങളല്ല, ഉമ്മാനാങ്ങളല്ല. ഈ മാപ്പിള അല്ലെങ്കിൽ പെഞ്ഞായിന്റെ ബാപ്പ അവർ വലിയ ഗഡിപിടിയാക്കലില്ല. സാധാരണ പെണ്ണിന്റെ ഉള്ളിലുള്ള അസമാധാനം, അവിടെയുള്ള കൂറ്റും കോച്ചും, അവിടെയുള്ള പിണക്കവും സ്വസ്ഥത, പിന്നെ അസ്വസ്ഥതയും അമ്മായി മരുമക്കളെ കൊണ്ടാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഉള്ളില് മരുമോളും കാക്കയും പിണങ്ങിയതായിട്ട് ഒരു പേപ്പറിലും വന്നില്ല. ഇല്ല, എന്റെ കാക്കയുടെ പിണങ്ങാൻ നേരം അയാളെപ്പോഴും തെങ്ങിന്റെ പുറത്ത് തന്നെ. അയാൾ അടക്ക പറക്കിക്കൊണ്ടു, ആ വലിയ മോളെ കെട്ടിയ കടം വീട്ടിക്കൊണ്ടു, പൊരന്റെ ലോണ് തീർത്തോണ്ടു, അതിന്റെ ഇടക്ക് മോന്തി നേരത്തെ പോയിട്ട് ഒരു മിൽമ പാള് കൊണ്ടിട്ട് 4 കിലോ ഈ നങ്ക അല്ലെങ്കിൽ വേറെ കൊടുത്ത് കറി വെച്ചിട്ട് അയാൾ അങ്ങനെ പോന്നു. ആൾ ചൈനന്റെ ടോർച്ചും പിടിച്ചിട്ട് ഹദ്ദാദ്രാത്തും ചെല്ലിക്കൊണ്ടും പള്ളിക്കൊണ്ടു. അയാൾക്ക് ഈ ഓളിൽ പിണങ്ങാൻ നേരേണ്ടത് ഇവിടെ പോലെ അരച്ചെന്നെ അരച്ചോണ്ടിരിക്കുന്ന ഈ ഉമ്മ. അത് നല്ല മരുമോളാണോ? ദീനുള്ള മരുമോളാണോ? ചെല്ലിയ പെണ്ണാണോ? ഇസ്ലാം പറയപ്പെട്ട പെണ്ണാണോ? അതെ പപ്പ. മോന് കൊണ്ടുവരുന്ന പെണ്ണിനെ ദീന് നോക്കിയിട്ട് കൊണ്ടുവന്നവളാണോ? ദീന് നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പെണ്ണാണോ? അതേ ചെറുക്ക, നിങ്ങളെ കെട്ടിയ പെണ്ണ് അവളെ മതം നോക്കിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട പെണ്ണാണോ? എന്നാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. നിങ്ങളെ കുടുംബത്തെ അവള് ഭിന്നിപ്പിക്കില്ല. നിങ്ങൾക്കിടയിൽ അവൾ പരസ്പരം വൈരാഗ്യമുണ്ടാക്കില്ല. നിങ്ങളെ ഉമ്മ പപ്പാനെ അവൾ അകറ്റില്ല. ഉമ്മ പപ്പാന്റെ മുമ്പിൽ അവൾ നാവ് നീട്ടില്ല. നല്ല ഉമ്മമാരും ബാപ്പമാരും അങ്ങനെ തന്നെ മരുമക്കളോട് ദേഷ്യത്തോടെ പെരുമാറില്ല. സാധാരണ കേൾക്കുന്ന ഒരു വിഷയ, മംഗലം കൈയോടത്തോളം യാ റഹ്മാനെ എന്ത് പിരിസപ്പാട്. മോന്റെ ഉമ്മാക്ക് മോനാളെ കിട്ട് നിൽക്കാനാന്നില്ല, പാപ്പാക്ക് നിൽക്കാനാന്നില്ല. മോനും അങ്ങനെ പറന്റെ ഉള്ളൊക്കെ വന്നെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോ തന്നെ ഒരേ ഒരു വിളി, എന്ത് ഉമ്മാ. അങ്ങനെ വിളിച്ചോണ്ടുണ്ടായ 10-28 കൊല്ലത്തോളം ഇങ്ങനെ ജീവിച്ച പുതിയാപ്പിള കഴിഞ്ഞ ജനുവരി 1 മംഗലായി പിന്നെ ഇല്ലല്ലേ നാട്ടിൽ, ഓളെയും കൊണ്ട് പോയി തന്നെ. എന്തായി ഇത്ര കാലത്ത് റാഹത്തിനുണ്ടായി? ഓരോ അങ്ങനെ എന്നോട് അത് ശരിയാവും തോന്നുന്നില്ല. ഇനിയിപ്പോ അവനും അങ്ങനെ അവന്റെ കിടാക്കുമായി കുഞ്ഞായി. എനിക്ക് കഥ അറിഞ്ഞത് നിങ്ങളെക്കാലേറെ 3 ഇരട്ടി കുഞ്ഞുങ്ങളും മക്കളുമായിട്ട് ചെറിയ ചെറ്റക്കുടിലിൽ ഞങ്ങളെ കാക്കക്കാരണവന്മാര് രാജാക്കന്മാരെ പോലെ ജീവിച്ചു. ഉമ്മമാറ് തലത്ത് പായ വിരിച്ച് പുല്ലിപ്പായ വിരിച്ചിട്ട് അതേ ആ പഴയ കാലത്ത് ചക്കക്കുരു തിന്നിട്ട് ചക്കച്ചൊള തിന്നിട്ട് സുബ്ഹാനല്ലാഹ് എത്ര ആറാംസ ജീവിച്ചവരാണ്. വൈരാഗ്യങ്ങളില്ല, പിണക്കങ്ങളില്ല, ആത്മഹത്യ ചെയ്ത വാർത്തകളില്ല, കേസിന്റെ കഥ പറയാനില്ല, ക്യാൻസറിന്റെ റിപ്പോർട്ട് കേൾക്കാനില്ല, തലാഖില്ല. ഇന്ന് തലാഖ് വ്യാപകമാണ്. തൊട്ടതിനും പിടിച്ചതിനും തലാക്ക അല്ലേ? ഇനി മോന് തലാക്ക് ചൊല്ലാൻ മനസ്സിലെങ്കിലും ഉമ്മ വിടാല, ഉമ്മ ചൊല്ലും. നീ പൊക്കണമെങ്കിൽ ഓളെ തലാക്ക് ചൊല്ലിട്ടാ വേണം. നീ പൊക്കണമെങ്കിൽ പാപ്പൻ ചൊല്ലും. ഈ അടക്കന്റെ ഒരു 4 കോണി നിനക്ക് കിട്ടണമെങ്കിൽ ഓളെ അളക്കിട്ടേ വരണം. ചില അമ്മമാർ അങ്ങനെയാണ്. ഞാൻ എല്ലാ അമ്മമാരെ കുറ്റപ്പെടുത്തിയതല്ല, എല്ലാ മരുമക്കളെ പറ്റി പറഞ്ഞതുമല്ല. എന്റെ വിഷയം ഞാൻ എയിലെയോ കൊണ്ടുപോകണമില്ല. എന്റെ വിഷയം എയിലല്ല, അതിന് നമുക്ക് നല്ല ബോധമുണ്ട്. എന്റെ വിഷയം, എന്റെ മാറ്റർ, എന്റെ ബാബു എയിലല്ലായിപ്പോയി നമുക്ക് നല്ല ബോധമുണ്ട്. അത് ഏടുന്ന് മിസ്റ്റേക്ക് നമുക്കറിയാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്.
ഏതായാലും പിന്നെ ഇങ്ങനെ പോയിട്ട് തീരാതെ ഐസോടെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും എനിക്ക് പറയാനും ബാക്കി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ല മട്ടം പോലെ കേൾക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇത് കേക്ക് ഇതൊരു ദീനിന്റെ മജ്ലിസ് അല്ല. അങ്ങനെ ഇട്ടെറിഞ്ഞു പേടിച്ചു പോകുന്നത് ശരിയല്ലല്ലോ, അതബ് കേടല്ലേ. അല്ലാഹു തആല ഞങ്ങളെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില അമ്മായിമാർ ചില മരുമക്കൾ അല്ലേ, ചില അമ്മായിമാർക്ക് മരുമോ തൊട്ടതും കുറ്റം, പിടിച്ചതും കുറ്റം, കണ്ടതും എന്താക്കും ഉപ്പ് ഏറിയും കുറ്റം, ഉപ്പ് കുറഞ്ഞെങ്കിലും മക്കള് പെണ്ണുമക്കള് എന്താക്കും സാരില്ല, അതെല്ലാം ശരിയല്ല. മരുമോ ഉണ്ടി അങ്ങ് കേക്കണോ ഇല്ലേ? പെണ്ണുമോള് എന്താക്കും പ്രശ്നമല്ല, എന്താക്കി മോളന്നെ എന്താക്കി പ്രശ്നമാക്കണ്ട എന്നാ അതേപോലെ പ്രശ്നമാക്കണ്ട. മരുമകളെയും പ്രശ്നമാക്കണ്ട. അവളും മകള് തന്നെ. നിങ്ങളെ മോന്റെ മക്കളെ ഗർഭം ധരിച്ച് പ്രസവിച്ചവൾ ആ മോള് തന്നെ. നിങ്ങളെ പൊന്നാര മോന് 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത് ആ മരുമകളായ മോള് തന്നെ. ഏടങ്ങനെ ചിന്തിക്കുന്ന അമ്മായി? ഒരമ്മായി ഈ പൊരന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോ കുളി മറന്ന് കുളിക്കുന്ന സൗണ്ട്, കുളിമറ മനസ്സിലായില്ലേ? കുളിമറക്ക് എന്താ പറയാ? കുളിമറ തന്നെ അല്ലേ? കുളിമറന്റെ ഉള്ളിൽ ഭയങ്കര വെള്ളം കോരിയിട്ട് ഇങ്ങനെ പാട്ടലിങ് ഇങ്ങനെ ഒഴിച്ചിട്ട് കുളിക്കുന്ന സൗണ്ടൊക്കെ. എന്താന്നറിയില്ല, കിണറ്റില് വെള്ളം കുറഞ്ഞതാ, ബോറിൽ വെള്ളം കുറഞ്ഞതാ, അല്ല മഴ കുറഞ്ഞതാ, അല്ല പൊരന്റെ ഡ്രമ്മ് കാലിയായതാന്നറിയില്ല, വെള്ളം അട കമ്മിയാ. അപ്പൊ ഈ ഉമ്മ എന്താക്കി കാര്യത്തോടെ ചോദിച്ചു, ആരത് അതിന്റെ ഉള്ളിൽ പളപളാന്ന് കുളിക്കുന്നേന്ന്. ഇത് മരുമോവാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉമ്മ അങ്ങനെ കേട്ടത്. എങ്ങനെ ഈ പളപളാന്ന് കുളിക്കുന്ന ഇത് മരുമോവാണ് കുളിക്കുന്നത്. നോക്കുമ്പാട് ഇന്നലെ വന്ന മോളുണ്ടായിന് സോറ, ഓളാണ് അതിനുള്ളിൽ കുളിക്കുന്നല്ലേ. അപ്പൊ ആടുന്ന് മെല്ലെ ചെല്ലി ഉമ്മ ഞാനും കുളിക്കുന്നത്. അപ്പൊ ഉമ്മ ചെല്ലെന്താ നേരെ ഉൾട്ടാക്കിട്ട് പറഞ്ഞതറിയാ, നീയാ മോളെ പിളിന്ന് കുളിക്കുന്നേ. അത് മോളാകുമ്പോ അത് പിളിന്നായിപ്പോ. ആരത് വളവളാന്ന് കുളിക്കുന്നതിന് കേട്ട ഉമ്മ അതിൻ്റെ ഉള്ളിൽ അത് മോളെന്ന് അറിഞ്ഞിട്ട് അമ്മ നീയാ പിളിന്ന് കുളിക്കുന്നേ. വളവളവായിട്ട് പിളി. എന്തേ മരുമോ മോളല്ലേ? അതെന്ത് വിളിയാവേ? ഹലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യ, അല്ലാണ്ട് ഇപ്പൊ ഈജിപ്തിന്റെ കഥ പറഞ്ഞല്ല. എപ്പോഴും വീടിന്റെ ഉള്ളിൽ ഇന്ന് സത്യം പറഞ്ഞാൽ കല്യാണം എന്നത് സ്വർഗത്തിൽ തുടങ്ങി, അതിന് അവസാനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ആദം ഹവ്വ ദമ്പതികൾ പുതിയാപ്പള പുതിനാട്ടിമാരായി വിവാഹ ജീവിതത്തിന് തുടക്കം കുറിച്ചത് സ്വർഗത്തിലെ. അതെ, ആ വിവാഹ ജീവിതം അവസാനിക്കുന്നതും സ്വർഗത്തിലെ തന്നെ. മുത്തുനബി തങ്ങളെ കല്യാണം സ്വർഗത്തിലുണ്ട്. അതിന്റെ ഇടയിൽ ഈ ദുനിയാവിലുള്ള ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം, കല്യാണ ജീവിതം ഇത് നരകത്തിന്റെ രൂപത്തിലാകരുത്, നരകതുല്യമാകരുത്. ഇവിടെയുള്ള ജീവിതവും സ്വർഗതുല്യമാകണം. സ്വർഗത്തിൽ തുടങ്ങിയത് സ്വർഗത്തിൽ അവസാനിക്കുന്നത് ഈ ദുനിയാവിലുള്ള അതിന്റെ ഇടയിലും സ്വർഗമയമാകണം, നരകതുല്യമാകരുത്. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മമാരെ, ഭാര്യമാരെ, മക്കളമാരെ, മരുമക്കളെ, കാക്കമാരെ, അമ്മോഷന്മാരെ എല്ലാവരോടും പറയട്ടെ, ദാമ്പത്യ ജീവിതം സുഗമമായി നടക്കുന്ന വിഷയത്തിൽ, സുഖകരമായി സ്വസ്ഥമായി സ്വൈരമായി നടക്കുന്ന വിഷയത്തിൽ, നല്ലൊരു കുടുംബാന്തരീക്ഷം പടുത്തുയർത്തുന്ന വിഷയത്തിൽ, നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കുന്ന വിഷയത്തിൽ, നല്ല മക്കളെ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഈ പറയപ്പെട്ട എല്ലാവർക്കും തുല്യാവകാശമാണ്. പ്രത്യേകിച്ച് മാപ്പിള പെഞ്ഞായിമാർക്ക് അതിലേറെ അവകാശമുള്ളത് ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്. പെണ്ണൊന്നറിയണ, മരുമോളൊന്ന് കേൾക്കണ, ഭാര്യയായിട്ടുള്ള പെണ്ണുമോളൊന്ന് കേൾക്കണ. ഒരവസരത്തില് പോലും, ഒരു നിമിഷത്തില് പോലും, ഒരു കാര്യത്തില് പോലും ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. കാരണം പെണ്ണിന്റെ ഭാര്യയുടെ സ്വർഗം തീരുമാനിക്കുന്നത് ഭർത്താവാണ്. ഒരു പെണ്ണ് ഭാര്യ അവൾ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവ്. ഇനി ഭർത്താവ് അങ്ങനെ ആണോ? ഇഞ്ചി കടിച്ച കുരങ്ങ് പോലായിട്ട് മാത്രം വലിയ ചമ്പാ പോയിട്ട് ഒരു കാര്യമില്ല.
ഓനും കുറച്ച് ബോധമെല്ലാം വേണം. ഇത് നല്ല ബാപ്പള നല്ല ഭാര്യന്റെ കഥ പറയുന്നത്. ആട്ടെ, ഏനോ തെമ്മാടിയാണ്, എന്നാലും നീ തെമ്മാടിയാകാൻ പാടില്ല. അവൻ നന്ദി കെട്ടവനാണ്, എന്നാലും പെണ്ണെ നീ നന്ദി കേട് കാണിക്കാൻ പാടില്ല. നബി തങ്ങളെ ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് പോവുകയാ. ഹബീബായ നബി തങ്ങളെ പിരിശപ്പെട്ട മോള് കാണുമ്പോഴെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങളാകുന്ന വാപ്പ പൊന്നാരമോള ഉമ്മ വെക്കുമായിരുന്നു, ചുംബിക്കുമായിരുന്നു. ചുംബിക്കണമല്ലോ, പെണ്ണുമക്കളാകട്ടെ ആണുമക്കളാകട്ടെ, മക്കളോട് നല്ല പിരിശപ്പാട് വേണം, നല്ല ഒരുമപ്പാട് വേണം. അത് ഇന്നലെ കഴിഞ്ഞ വിഷയമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അത് ഇന്നലെ പറഞ്ഞ വിഷയമാണ്. എന്നാലും മക്കളെ ചുംബിക്കുക എന്നത് തെറ്റല്ല. എപ്പോഴും ഫാത്തിമ ബീവിയുടെ ഇരു കവിളുകളിലും നബി തങ്ങളാകുന്ന വാപ്പ സാധാരണ കാണുമ്പോ മുത്തുമായിരുന്നു. മോള് പിരിശപ്പെട്ട മോള് ഫാത്തിമാനെ അലിയാർ തങ്ങൾക്ക് വിവാഹം കഴിക്കപ്പെട്ടതിന്റെ ശേഷം, അലിയാർ തങ്ങളെ മണവാട്ടിയായി പോയതിന്റെ ശേഷം, അലിയാർ തങ്ങളെ ഭാര്യയായിട്ട് ഫാത്തിമ ബീവി മാറിയതിന്റെ ശേഷം പൊന്നാര നബി തങ്ങളെ പിന്നെ കാണുമ്പോ മുത്തുന്നത് ചുംബിക്കുന്നത് കവിളിലല്ല, നെറ്റിയിലാണ്. കാരണം ഇതൊരു പുരുഷന്റെ ഉമ്മ കാണുന്ന സ്ഥലമാണ്, പുരുഷന്റെ വികാരത്തിന്റെ ചുംബനമേൽക്കുന്ന സമയമാണ്. ഒരു പുരുഷന്റെ ചൂടും പിന്നെ ചൂടും അവന്റെ സ്പർശനവും അനുഭവിച്ച ഒരു പെണ്ണിന് ഞാൻ അങ്ങനെ ചുംബിക്കുന്നതിന് പാടില്ല, ഞാൻ അങ്ങനെ ഹറാമാണെന്നല്ല. എന്നാലും ആ ചുംബനത്തിന് ചില മര്യാദകളുണ്ട്. പിന്നീട് നബി തങ്ങളെ മുത്തലും ചുംബിക്കലുമെല്ലാം അവിടത്തെ നെറ്റിയിലായിരുന്നു, ഫാത്തിമ ബീവിയുടെ നെറ്റിയില്. നമ്മളും അങ്ങനെ ഡിഗ്രി പഠിക്കുന്നത് ഞാനിപ്പോ മുത്താമോ എന്തോ നീ ഇന്നോളം മുത്താണ്ട് ഇന്ന് എന്റെ വേല കേട്ടിട്ട് പോയിട്ട് മുത്താങ്കി നിങ്ങൾ ചിലപ്പോ നബിതങ്ങളെ കിടാവിനെ പിടിച്ചിട്ട് അങ്ങനെ ഉമ്മ വെക്കുന്നത് കണ്ടപ്പോ, ചുംബിക്കുന്നത് കണ്ടപ്പോ മഹാനായ ആ സഹാബി പറയുകയാ നബിയോട്, പൊന്നാര നബിയേ എനിക്ക് 10 മക്കളുണ്ട് നബിയെ, ഞാൻ ഇന്നോളം ഒരു കിടാവിനെ മുത്തിയിട്ടേ ഇല്ല. നമ്മളെ ഇടയിലുണ്ട് അങ്ങനത്തെ കിടാവിനെ കൊണ്ടു തരുമ്പോ ഇത് കുറിച്ചോളി, ഇയാള് വേണ്ടി ബിരിയാണിന്റെ ചുട്ട ചെമ്പുതോടും പോലെ ദൂരത്ത് എന്ത് കിടാവല്ലേ, നിന്റെ കിടാവല്ലേ, എന്തേ ഒന്നിന് ചുംബിച്ചിട്ട് ഈ സഹാബി പറയാ നബിയെ ഇന്നലെ ആയിഷ 10 മക്കളുണ്ട്, ഞാൻ ഇന്നോളം ഇപ്പൊ നിങ്ങളെ മുത്തണ കാണുന്ന കിടാവിനെ അപ്പുറം പിടിച്ചിട്ട് ഞാൻ ഇന്നോളം ഒരു കിടാവിനെ മുത്തിയിട്ടില്ല എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ പറഞ്ഞ മറുപടി, അതെ നിന്റെ കൽബിൽ അല്ലാഹു പിരിശപ്പാട് തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കൽബിലുള്ള കാരുണ്യം തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കൽബിലുള്ള വാത്സല്യം തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കൽബിൽ അല്ലാഹു തആല കുഞ്ഞളം പൈതങ്ങളോട് പിരിശപ്പാട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ കുറവ് തന്നെ. കുട്ടികളോട് നല്ല പിരിശപ്പാട് വേണം. അതേ ഫാത്തിമ ബീവിയെ കാണുകയാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു. ഫാത്തിമ ബീവിയാകുന്ന പിരിശപ്പെട്ട മോളെ കാണുമ്പോ ഫാത്തിമ ബീവി ശരിക്കും നോക്കിയാ നബി തങ്ങൾ അതേ കോപ്പിയാ. മഹാന്മാരായ ഇമാമികൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാം, ഷമായിലുൽ തുർമുദി പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഫാത്തിമ ബീവി ഒരു വേള തിരിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ദൂരെ നിൽക്കുന്ന ആള് ചിലപ്പോ പറയും അത് നബി തങ്ങളാണോ ഇരിക്കുന്നത്. കാരണം അതേ ഫാത്തിമ ബീവി നടക്കുന്നത് പിന്നിൽ നിന്നിട്ട് ഒരാൾ നോക്കിയാൽ അയാള് സംശയിച്ചു പോകും, നടക്കുന്നത് നബി തങ്ങളാണോ? നബി തങ്ങളെ അതേ നടത്തം. അതേ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിമ എന്റെ കരളിന്റെ കരളാ, അവളോട് നിങ്ങൾ വിരിശം വെച്ചാൽ നിങ്ങൾ എന്നെ വിരിശം വെച്ചവരാണ്. അവൾ ആരെങ്കിലും ബേജാറാക്കിയാൽ നിങ്ങൾ എന്നെയും ബേജാറാക്കിയവരാണ്. ഹബീബുനാ റസൂലുള്ളാഹി. ഫാത്തിമ ബീവിയെ കാണാൻ അകന്നിരിക്കാൻ നബി തങ്ങൾക്കാവുന്നില്ല. കല്യാണം കഴിച്ചു പോയവളാണെങ്കിലും അലിയാർ തങ്ങളെ ഭാര്യയായിട്ട് പറഞ്ഞയച്ചു പോയവരാണേലും ഇടക്കിടക്ക് നബി തങ്ങൾ കാണും, നബി തങ്ങൾ പോയി കാണും. അങ്ങനെ കാണുമ്പോ നബിതങ്ങളെ കെട്ടിപ്പിടിക്കും, കുശലം പറയും, സുഖവിവരം അന്വേഷിക്കും, നെറ്റിയിൽ ഉമ്മ കൊടുക്കും, മാറി അവിടെ നിന്ന് ചുംബിക്കും. ഒരവസരം നബിതങ്ങൾ ഇതേപോലെ ചെയ്തു. കുറച്ച് കയ്യുമുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുക. വല്ലാതെ
മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, എന്തിന് കരയുന്നു? എന്തേ കരയുന്നു? എന്തേ കരയുന്നു? എന്തേ ഫാത്തിമ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ ചോദിക്കുമ്പോ ഫാത്തിമ പറയുകയാ, നബിയേ, ഇന്നലെ രാത്രി ഞാനും അലിയാർ തങ്ങളാകുന്ന എന്റെ പിരിശപ്പെട്ട മണവാളനും എന്റെ മാപ്പിളയുമായ അലിയാർ തങ്ങളോടൊപ്പം ഇരുന്നിട്ട് ഇങ്ങനെ വിഷയം പറയുമ്പോ ഞാൻ തമാശക്കെന്തോ പറഞ്ഞത്, മാപ്പിളയാകുന്ന അലിയാർ തങ്ങൾക്കത് കാര്യമായി നബിയേ. പിന്നെ എന്നോട് മിണ്ടിയില്ല, എന്നോട് അരിശപ്പെട്ടു. ഞങ്ങളാണെങ്കിൽ പിണങ്ങിയതല്ല, സൗന്ദര്യ പിണക്കമാണ്. പിണങ്ങാനേന് ഞങ്ങളെ പോലത്തെ മാപ്പിള പെഞ്ഞായല്ലേ, നല്ലോറല്ലേ. എന്തോ ഇങ്ങനെ ഇരുന്നിട്ട് വിഷയാക്കുമ്പോ ആ മുണ്ടിത് കുറച്ചെന്തായി കാര്യമായി. അത് അലിയാർ തങ്ങൾക്ക് വലിയ പിടിച്ചില്ല. മഹാൻ എന്തോ ടെൻഷനിലുണ്ടായിരുന്നു, മഹാൻ ബേജാറ്, മഹാൻ പിന്നെ മതി. പക്ഷേ മഹാനർക്ക് ബേജാറായി, മാപ്പിളക്കത് ഇഷ്ടപ്പെട്ടില്ല, മാപ്പിളയുടെ മനസ്സ് വേദനിച്ചു, വലിയാറ് തങ്ങളെ മനസ്സ് ബേജാറായി എന്നറിഞ്ഞപ്പോ ഫാത്തിമ ബീവിയുടെ മനസ്സ് പൊട്ടി, വല്ലാതെ ബേജാറായി. മഹാനാകുന്ന ഭർത്താവാകുന്ന മഹാനായ അലിയാറ് തങ്ങളുടെ ചുറ്റും അങ്ങനെ കറങ്ങുകയാണ്. പൊരുത്തപ്പെടണേ, ബേജാറാക്കല്ലേ, കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളെ മനസ്സ് വേദനിക്കണമെന്നർത്ഥത്തിൽ പറഞ്ഞതല്ല, ഞാനങ്ങ് പറഞ്ഞു പോയതാണ്, കാര്യമാക്കല്ലേ. യാ ഹബീബി ഇർളാനി, യാ ഹബീബി ഇർളാനി. എന്റെ സ്നേഹഭാജനമേ, എന്റെ സ്നേഹഭാജനമേ, എന്റെ പിരിശത്തിന്റെ കനിയെ, എനിക്ക് മറക്കണേ, എന്നോട് പൊറുക്കണേ, ബേജാറാക്കല്ലേ, മിണ്ടാതിരിക്കല്ലേ. അങ്ങനെ നബിയെ, ഞാൻ അങ്ങനെ അവസാനം എന്തു പറഞ്ഞിട്ടും എന്റെ ഭർത്താവ് പൊരുത്തപ്പെടുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല. തുഫ്തു ഹൗലഹു പൊരുത്തപ്പെടണം, പ്ലീസ്, എന്നോട് ക്ഷമിക്കണം, മറക്കണം, മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞിട്ടൊന്ന് പൊരുത്തപ്പെടിക്കാൻ അലിയാർ തങ്ങളാകുന്ന ഭർത്താവിന്റെ ചുറ്റും ഞാൻ 72 തവണ ചുറ്റി നബിയെ. 72 ചുറ്റി ഞാൻ വന്നു നബിയെ. ഞാൻ റൗണ്ട് അടിച്ചു, അങ്ങ് തിരിയുമ്പോ അങ്ങ് പോയി, ഇങ്ങ് തിരിയുമ്പോ ഇങ്ങ് പോയി, അങ്ങനെ ഞാൻ ചുറ്റി അവസാനം 72ാമത്തെ തവണ ഞാൻ മറക്കണം, പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് എന്റെ ഭർത്താവിന്റെ പുഞ്ചിരിക്കുന്ന പല്ല് ഞാൻ കണ്ടു. എന്നോട് പൊരുത്തപ്പെട്ടു. ഇത് പറഞ്ഞപ്പോ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയോ? ഒരു വേള നിന്റെ ഭർത്താവെങ്ങാനും നീ എന്തോ കുറ്റം പറഞ്ഞതിന്റെ പേരിലും മനസ്സ് വേദനിപ്പിച്ചതിന്റെ പേരിലും അയാളെ മനസ്സ് നൊമ്പനാക്കുന്ന നിലക്ക് നീ പെരുമാറിയതിന്റെ പേരില് അയാളെങ്ങാനും ഇന്നാലെ നിന്നോട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ നീ എങ്ങാനും മരിച്ചിരുന്നുവെങ്കിലോ അതേ ഫാത്തിമ, നിന്റെ മേലെ ഞാൻ മയ്യത്ത് പോലും നമസ്കരിക്കില്ലായിരുന്നു. ഇന്നലെ അയാൾ അരിസപ്പെട്ട നിലക്ക് നീ എങ്ങാനും മരിച്ചിരുന്നെങ്കിൽ നിന്റെ മേലെ, എന്റെ മയ്യത്തിന്റെ മേലെ ഞാൻ മയ്യത്ത് പോലും നമസ്കരിക്കില്ലായിരുന്നു. എന്തേ? നീ അറിഞ്ഞില്ല മോള്, നീ അറിഞ്ഞില്ലേ? അള്ളാന്റെ പൊരുത്തം മാപ്പിളന്റെ പൊരുത്തത്തിലാണ്, അള്ളാന്റെ കോപ്പം മാപ്പിളന്റെ കോപ്പത്തിലാണ്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത്, അവരെ മനസ്സ് കുത്തുന്ന വാക്കുകൾ പറയരുത്, അവരെ മുമ്പിൽ നാവ് നീട്ടരുത്. 16 ഇഞ്ചിന്റെ നാവ് നീട്ടിയിട്ട് ഇങ്ങനെ പകലന്തിയോളം ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ ഒരു പണിക്കും പോകാതെ, ഒരു പണിക്ക് പോലും പോകാതെ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് സിംഗിൾ നമ്പർ എടുത്ത് അതുപോലെ നാട്ടിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങളിലെല്ലാം പെട്ട് മക്കളോടുള്ള ബാധ്യതകൾ അറിയാതെ പെരുമാറുന്ന ചില ഭർത്താക്കന്മാരുമുണ്ട്. വിസ്തരിച്ചു പറയാൻ ഇവിടെ സമയമില്ല, വിസ്തരിച്ചു പറയാൻ ഇവിടെ നേരെയില്ല. ഞാൻ ആ ഭാഗം ഉദ്ദേശിക്കുന്നേ ഇല്ല. കൊണ്ടുവന്ന കുറിപ്പ് ഞാൻ എന്റെ കീശ നീ എടുത്തിട്ടേ ഇല്ല. അത് എന്തേന്ന് ഇൻഷാ അല്ലാഹ് ഞാനിപ്പോ പറയുന്നു. എനിക്ക് ഏടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി. ആട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഒരിക്കലും ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്. ആണായിട്ടുള്ള ആണുമക്കളായിട്ടുള്ള ഞങ്ങളെ കടമ, ആണായിട്ടുള്ള ആണുമക്കളായിട്ടുള്ള ഞങ്ങളെ കടമ
കല്യാണം കഴിച്ചവരായാലും കഴിക്കാനുള്ളവരായാലും 85 വയസ്സായവരായാലും 90 വയസ്സായവരായാലും ആണുമക്കളാണോ എങ്കിൽ നിങ്ങളെ ഒന്നാമത്തെ കടമ ബാപ്പ ഉമ്മയോടാ. അതേ സമയത്ത് പെണ്ണങ്ങനെയല്ല, പെണ്ണുമോളങ്ങനെയല്ല. കല്യാണം കഴിക്കപ്പെടുന്നത് വരെ അവളെ കടമ ബാപ്പ ഉമ്മയോട്. കല്യാണം കഴിക്കപ്പെട്ടാൽ പിന്നെ അവൾക്ക് ഒന്നാമത്തെ കടമയുള്ളത് ഭർത്താവിനോട്, പിന്നെ അപ്പ ഉമ്മയോട്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ അവള് പുറത്തിറങ്ങാൻ പാടില്ല, എവിടെയും പോകാൻ പാടില്ല. ബാപ്പ ഉമ്മാനെ കാണണമെങ്കിൽ പോലും ഭർത്താവിന്റെ സമ്മതം വേണം. അപ്പൊ ഉസ്താദെ അങ്ങനെ ചെല്ലുங்க, അങ്ങനെ ഉസ്താദ് അങ്ങനെ അല്ല, അയാള് വിട്ടയില്ലെങ്കിൽ നീ പോവാനേ പാടില്ല. അപ്പൊ എന്താ കണ്ടിയേ? അപ്പൊ എങ്ങനത്തെ കണ്ണിൽ ചോരില്ലാത്ത മാപ്പിളിനെ ഫസ്റ്റേ കെട്ടാണ്ടിരിക്കണ എന്നെന്ത് ചെയ്യാൻ അല്ലേ? ഓന്റെ ചന്തം നോക്കിയിട്ട്, ഓന്റെ ബെൽറ്റ് നോക്കിയിട്ട്, ഓന്റെ ടൈ നോക്കിയിട്ട് അന്ന് കെട്ടി. അല്ല ഉസ്താദെ, ബാപ്പ അയാൾ എന്തില്ല ഉസ്താദ്, ഷുഗറായി, അയാൾ ബെർലനെ പോയി, എല്ലാം അയാൾ കടത്തത്തിലായിന്, മാപ്പിള വിടുന്നില്ല, പോയേ വേണ്ട, അങ്ങനെ എങ്ങനെ പോയിന്നുണ്ടെങ്കിൽ പുറകെ കയറാൻ കയ്യാല പോനെ കയ്യാല. അല്ല ഉസ്താദ് അങ്ങനെ ചെയ്യണം. അതെ, ആ കണ്ണിന് ചോരില്ലാത്ത മാപ്പിളനെ കെട്ടുമ്പോ ആലോചനാക്കണ അല്ലേ ഉസ്താദ്? അങ്ങനല്ല മസാല, അത് മുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ കാല മാടി തുണ്ണോ മാറായ എന്നെക്കാളേറെ നിങ്ങൾക്ക് കന്നഡം പിടിയാണല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങളൊന്ന് കേട്ട് പഠിച്ചാൽ എന്നെ അനുഭവിക്കണം. അപ്പൊ എനെന്ത് വഴിയില്ല. ഞാൻ ആ മാപ്പിളന് നല്ല പിരിസപ്പാട് കൊടുത്തിട്ട് എങ്ങനെങ്കിലും സോപ്പ് ഇട്ടിട്ട് അവൻ അങ്ങനെ റൗണ്ട് ഇട്ടിട്ട്, റൗണ്ട് ഇട്ടില്ലേ ഒന്ന് പൊരുത്തപ്പെട്ട് കിട്ടാൻ 72 തവണ ഞമ്മ അയാളുമുണ്ടെന്നില്ല, നീ ചോറും വേണ്ട ചാറും വേണ്ട എന്ന് പറഞ്ഞെങ്കില് തിന്നണ്ടേ നറുക്കി ഓടുന്നു. ഞമ്മളെ കഞ്ചു അങ്ങനെ പറയും അല്ലേ, തിന്നണ്ടേ നറുക്കി ഓടുന്നു, പോയി ഇടുന്നു. ആരെ പേടിപ്പിക്കുന്നില്ല അല്ലേ? അങ്ങനെയാണ് ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളോട് പെരുമാറുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സ്വഭാവമായിട്ടാണ് വീടിന്റെ പടി കയറി വരുന്നതെങ്കിൽ കെട്ടുന്നതിന് മുമ്പേ ആലോചിക്കണം. അത് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം അനുഭവിക്കേണ്ടി വരും. അതാ നബി തങ്ങൾ പറഞ്ഞ് എത്ര വിശാലമാണ് അതിന്റെ ആശയം. എത്ര വേല പറയാനുണ്ട് ആ വിഷയം, എത്ര വിസ്തരിച്ച് പറയാനുണ്ട്. കേവലം ഭർത്താക്കന്മാരുടെ മാത്രം കടമ, കേവലം ഭാര്യമാരുടെ മാത്രം കടമ. ആരാണ് ഭാര്യ ഭർത്താക്കന്മാർ? അവർക്ക് രണ്ടാൾക്കുമുള്ള കടമ. എന്താണ് ദാമ്പത്യ ജീവിതം, എന്തിനാണ് ദാമ്പത്യ ജീവിതം, അത് വിസ്തരിച്ച് പറയേണ്ട വിഷയ. അത് 2 മണിക്കൂറിലൊന്നും ഒതുങ്ങാല, പ്രത്യേകിച്ച് എന്റെ 1.5 മണിക്കൂറിനുള്ളില്. അല്ലെങ്കിൽ തന്നെ ഇത് പറഞ്ഞിട്ട് എന്റെ സമയം ഏകദേശം 11:45.